നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക ഞെരുക്കമുണ്ടെന്നും എന്നാൽ പ്രതിസന്ധിയില്ലെന്നും മന്ത്രി കെ.സി. ജോസഫ്. ക്ഷേമ പെൻഷനുകൾ ഈ മാസം കൊടുത്തു തീർക്കാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. കൊല്ലം പറവൂരിൽ മധ്യവയസ്കയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം. കോളേജുകൾക്ക് സ്വയംഭരണാവകാശം നൽകിയാൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും കുത്തഴിയുമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. കേരള NGO യൂണിയൻ 51ാം ഹൊസ്ദുർഗ് ഏരിയ സമ്മേളനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. വാർത്തകൾ വിശദമായി. കോളേജുകൾക്ക് സ്വയംഭരണാവകാശം നൽകിയാൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും കുത്തഴിയുമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. KSTAയുടെ 23ാം സംസ്ഥാന സമ്മേളനം കൊല്ലം സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോടിയേരി. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന നിർഭയ പദ്ധതികളിൽ ആദ്യം തുടങ്ങേണ്ടത് കോൺഗ്രസ് ഓഫീസുകളിലായിരിക്കണമെന്നും കോടിയേരി പരിഹസിച്ചു. നിലമ്പൂർ കേസിനെ മുൻനിർത്തിയാണ് ഈ പരാമർശം. പൊതുവിദ്യാഭ്യാസ രംഗം തകർക്കുകയാണ് ഈ നയം ചെയ്തിട്ടുള്ളത് എന്ന് ഗവൺമെൻറ് തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ള ഓരോ കണക്കുകളും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. 1ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടി 16% മാത്രമാണ് 12ാം ക്ലാസ് വരെ എത്തുന്നത് എന്നാണ് ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വരുത്താൻ ഈ നയം സഹായകരമായില്ലെന്ന് മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത് കച്ചവടവൽക്കരണത്തിന് വേണ്ടി വാതിലുകൾ തുറന്നിട്ട് കൊടുത്തു. ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകൾ ഇഷ്ടം പോലെ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും ഇവിടെ സ്വകാര്യ സർവകലാശാലകൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന രാജ്യമായി. കൊല്ലം പറവൂരിൽ മധ്യവയസ്കയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് കൊല്ലം അഡീഷണൽ സെഷൻ കോടതി ജീവപര്യന്തം തടവിനും 25,000 രൂപ പിഴയും വിധിച്ചു. പരവൂർ കേങ്ങൽ ലക്ഷ്മി മന്ദിരത്തിൽ സുകുമാരന്റെ ഭാര്യ 64 വയസ്സുള്ള സുകുമാരിയമ്മയെ കൊലപ്പെടുത്തി കവർച്ച നടത്തിയ കേസിലെ പ്രതി പൂഴിക്കര 35 വയസ്സുള്ള ശിവാനന്ദനെയാണ് ജഡ്ജി സന്തോഷ് കുമാർ ശിക്ഷ വിധിച്ചത്. സുകുമാരപിള്ളയും സുകുമാരിയമ്മയും ദുബായിൽ കസ്റ്റംസ് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്നവരാണ്. മക്കളായ സുരേഷ് കുമാറും സുധീർ കുമാറും കുസുമവും ഇപ്പോഴും ദുബായിലാണ്. പ്രായാധിക്യം മൂലം സുകുമാരപിള്ളയും ഭാര്യയും തറവാട്ട് വീട്ടിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. ശിവാനന്ദൻ ഇവരുടെ വീട്ടിൽ തടി മുറിക്കുന്നതിനും മറ്റും വന്നിരുന്നു. സംഭവ ദിവസം അടുക്കളയുടെ പുറകിൽ ചെന്ന് സുകുമാരിയമ്മയുടെ വെള്ളം ചോദിക്കുകയും വെള്ളവുമായി എത്തിയ അവരെ കഴുത്തിയടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. തുടർന്ന് അവരുടെ മൊബൈൽ ഫോണും സ്വർണവും കവർന്ന് നാടുവിടുകയും ചെയ്തു. മൊബൈൽ ഫോണിന്റെ IMEI നമ്പർ കണ്ടെത്തി സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത്. 2010 ഒക്ടോബർ 28 നടന്ന സംഭവം അന്നത്തെ CA ആയിരുന്ന MA നസീർ, SI അനിൽകുമാർ എന്നിവരാണ് അന്വേഷിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 20 സാക്ഷികളെയും 14 തൊണ്ടി സാധനങ്ങളും 37 രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. പിഴ അടച്ചില്ലെങ്കിൽ പ്രതി 15 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ AM അസീം ഹാജരായി. ഈ പ്രതി ഇങ്ങനൊരു കൃത്യം നടത്തിയിട്ട് അവിടെ സ്വർണ്ണാഭരണങ്ങളും മറ്റും കവർന്ന് കൊണ്ടുപോവുകയും അത് ഈ മറ്റൊരു ജുവലറിൽ കൊണ്ട് പണയം വയ്ക്കുകയും വിൽക്കുകയും ഈ കൊട്ടിയത്ത് മിനി മുത്തൂറ്റിൽ കൊണ്ടുപോയി ഈ പണയം വെച്ചു. ആൾമാറാട്ടം നടത്തി പണയം വെച്ചു. അത് കംപ്ലീറ്റ് പോലീസ് റിക്കവർ ചെയ്തു. കൂടാതെ ഈ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്സ് ഇങ്ങനൊരു സംഭവം നടന്നതിന് ശേഷം ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് വന്നിട്ട് മറ്റ് അടയാളങ്ങളൊക്കെ എടുത്തു. പിന്നീട് പ്രതിയുടെ അറസ്റ്റിന് ശേഷം എടുത്തു. പിന്നെ ചില എക്സിബിറ്റുകൾ മൊത്തം പ്രതിക്കെതിരാണ്. എല്ലാ റിക്കവറി കംപ്ലീറ്റ് വിജയിച്ചു. അതിൻ്റെ മഹസറുകളെല്ലാം ഈ പ്രതിക്കെതിരായിപ്പോയി. ടോട്ടലി മാത്രമല്ല, സൈബർ സെല്ലിൽ നിന്ന് കിട്ടിയ ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഈ സുകുമാരിയമ്മയുടെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണിൻ്റെ IMEI നമ്പർ ട്രേസ് ഔട്ട് ചെയ്ത് ആണ് ഈ കേസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. മാത്രമല്ല, സുകുമാരിയമ്മയെ ഈ ഒന്നതിന് ശേഷം അവരുടെ ഈ ഹാൻഡ്സെറ്റ് പ്രതിയുടെ ഭാര്യ സുഗന്ധി അവരുടെ സിമ്മിട്ട് ഉപയോഗിച്ചു. അതിനുശേഷം പ്രതി ഉപയോഗിച്ചു. അപ്പോൾ ഇത്തരം തെളിവുകളും സാഹചര്യങ്ങളൊക്കെ വെച്ചാണ് ഈ കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കേരള എക്സ് സർവീസ് ലീഗിന്റെ കണ്ണൂർ DSC ക്യാന്റീന്റെ പുതിയ ശാഖ കാഞ്ഞങ്ങാട് മാവുങ്കാലിൽ ആരംഭിച്ചു. കണ്ണൂർ സ്റ്റേഷൻ കമാൻഡർ കേണൽ ദീപക് ശർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു.
സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയിൽ ഭയപ്പെടാൻ ഒന്നുമില്ലെന്നും മന്ത്രി കെ.സി. ജോസഫ്. സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കമുണ്ടെന്നും എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെന്നും മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുക എന്നത് ഊർജിതമാക്കുമെന്നും ക്ഷേമ പെൻഷനുകൾ ഫെബ്രുവരി മാസം തന്നെ കൊടുത്തു തീർക്കുമെന്നും മന്ത്രി പറഞ്ഞു. ട്രഷറിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നും മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. റെയിൽവേ ഇടക്കാല ബഡ്ജറ്റിന്റെ പെട്ടി തുറന്നപ്പോൾ കേരളത്തിന് കിട്ടിയത് തെക്കൻ ജില്ലകളിലൂടെ മാത്രം ഓടുന്ന 3 തീവണ്ടികൾ. മീമു തീവണ്ടികൾ അനുവദിക്കുന്ന കാര്യത്തിൽ റെയിൽവേ കേരളത്തെ തഴഞ്ഞു. നിരക്ക് വർധനയില്ലാതെ 72 പുതിയ തീവണ്ടികൾ പ്രഖ്യാപിച്ചുകൊണ്ട് കയ്യടി നേടാനാണ് റെയിൽവേ മന്ത്രി മല്ലികാർജുൻ ഖാർഗെ ശ്രമിച്ചതെങ്കിലും ബജറ്റ് കേരളത്തെ വല്ലാതെ നിരാശപ്പെടുത്തി. ആഴ്ചയിൽ 2 സർവീസുകളുമായി നിസാമുദ്ദീനിലേക്കും ബാംഗ്ലൂരിലേക്കും 2 തീവണ്ടികളും ദിവസേനയുള്ള കന്യാകുമാരി പുനലൂർ പാസഞ്ചറുമാണ് കേരളത്തിലുള്ളത്. ഇത് മൂന്നും തങ്ങളുടെ നാട്ടിലൂടെയാണല്ലോ കടന്നുപോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം കൊല്ലം നിവാസികൾക്ക് മാത്രം ആശ്വസിക്കാം. 19 പുതിയ പാതകൾക്ക് സർവേ നടത്തുന്ന കൂട്ടത്തിൽ തിരുവനന്തപുരം പുതുച്ചേരിയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിരക്ക് വർധനയില്ലെന്ന് പറയുമ്പോഴും പ്രീമിയം തീവണ്ടികളിൽ തിരക്കിനനുസരിച്ച് നിരക്ക് ക്രമീകരിക്കുമെന്ന സൂചനയും കേന്ദ്ര സർക്കാർ ബജറ്റിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഏതായാലും തെലങ്കാന പ്രശ്നത്തിന്റെ ബഹളത്തെ തുടർന്ന് കേന്ദ്രമന്ത്രി വായിക്കാതെ മേശപ്പുറത്ത് വെച്ച ബജറ്റിൽ കേരളത്തിനായി വിശേഷിച്ചൊന്നും പറയുന്നില്ല. കഴിഞ്ഞ ബജറ്റിൽ തിരുവനന്തപുരത്തിന് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതികളിൽ നടപ്പാക്കാതെ പോയത് എന്നേക്കുമായി ക്ലോസ് ചെയ്തു എന്നും ബജറ്റ് പറയാതെ പറയുന്നു. ഒരു നന്ദ്യക്കോട്, തലശ്ശേരി, മൈസൂര്, അതല്ല ഇതുപോലെ തന്നെ നമ്മളെ കുറച്ച് ഡബിളിങ് ഉണ്ട്. പിന്നെ നമ്മുടെ ഗേജ് ചേഞ്ച് ഉണ്ട്. മറ്റേ ഇവിടേക്ക് തമിഴ്നാട്ടിലേക്ക് പാലക്കാട്ട് നിന്നുള്ളതും മറ്റേ പുനലൂർ തമിഴ്നാട് ഉള്ള ഗേജ് അതൊക്കെ ഇപ്പം നിലവിൽ ബഡ്ജറ്റിലുണ്ട്. അതൊന്നും പ്രഖ്യാപിക്കേണ്ടതില്ല. കുറേ പദ്ധതികൾ ബഡ്ജറ്റിലുണ്ട്. അത് പിന്നെ ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. അതിനൊക്കെ പണം എത്ര വെച്ചു എന്നാണ് അറിയേണ്ടത്. വെച്ചിട്ടുണ്ടോ അതാണ് അറിയേണ്ടത്. ഇനിയൊരു ഇടവേള. വസ്ത്രവിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കാഞ്ഞങ്ങാടിത പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കല്യാണ പട്ടുസാരികൾ, സെറ്റുമുണ്ടുകൾ, ധോത്തി, സാരി, ലാച്ച, ചോളി, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്, ടീഷർട്ട്, പാന്റ്, ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം തന്നെ കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങൾക്കായി ഒരുക്കുന്നു. കണ്ണൻസ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കണ്ണൻസ് ഉത്തര മലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം. കേരള NGO യൂണിയൻ 51ാം ഹൊസ്ദുർഗ് ഏരിയ സമ്മേളനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ കെ രാജചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 2010 ശേഷം ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്നില്ല. ഗവൺമെന്റ് ആകെ തന്നെ തപ്പിത്തടഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്താണ് ഇതിന്റെ ഒരു പ്രശ്നം എന്നുള്ളത് ഗവൺമെന്റിന് യാതൊരു രൂപമില്ല. എങ്ങനെയാണ് കേരളത്തിലെ ഈ പെൻഷൻ സംവിധാനം മാറ്റിക്കൊണ്ട് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് ദൂരവ്യാപകമാവുന്ന പ്രത്യാഘാതം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 2001 IMF രേഖ വർക്കിംഗ് പേപ്പർ ഓൺ പെൻഷൻ റിഫോംസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ പെൻഷൻ പരിഷ്കരണം സംബന്ധിച്ചുണ്ടാക്കിയ രേഖയെ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആലോചന നടക്കുന്നത് ഇന്ത്യ രാജ്യത്ത്. അങ്ങനെ അന്നത്തെ NDA ഗവൺമെന്റ് ഭട്ടാചാര്യ കമ്മിറ്റിയെ വെച്ചു. ഭട്ടാചാര്യ കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് 2003 ഓർഡിനൻസ് കൊണ്ടുവന്നു. 2004 UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 2004 UPA ഗവൺമെന്റ് അവിടെ നിർണായകമായ ഇടതുപക്ഷത്തിന്റെ പിന്തുണയുണ്ടായിരുന്നു. പാർലമെന്റിൽ ബില്ല് കൊണ്ടുവരാൻ വേണ്ടി അവർ ഇടപെട്ടു. കൊണ്ടുവന്ന ബില്ല് ഇടതുപക്ഷത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി പിൻവലിച്ചു. ചരിത്രമാണ്, നമ്മൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ നിർണായകമായ ഇടപെടലിന്റെ ഭാഗമായി പൊതു മിനിമം പരിപാടിയുടെ ഭാഗമായി പല കാര്യത്തിലും നിയന്ത്രണം വന്നു. പൊതുമേഖല വിൽക്കാൻ പാടില്ല എന്നൊക്കെ തന്നെ പറഞ്ഞു. അതിന്റെ ഭാഗമായി ആ പെൻഷൻ സ്വകാര്യവൽക്കരണം സംബന്ധിച്ച ബില്ല് പാർലമെന്റിൽ വന്നപ്പോൾ ഇടതുപക്ഷം എതിർത്തതിന്റെ ഭാഗമായി ആ ബില്ല് പിന്നീട് അത് ഗവൺമെന്റിന് പിൻവലിക്കേണ്ടി വന്നു. ആ ബില്ല് പിന്നീട് അന്നത്തെ 1ാം UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി ആ ബില്ല് പിൻവലിക്കേണ്ടി വന്ന ആ ബില്ല് പിന്നീട് വന്നത് എപ്പോഴാണ്? പിന്നീട് 2ാം UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഇന്നിപ്പോ വീണ്ടും ബില്ല് വന്നത്. ആ ബില്ല് ഇതുവരെ പാസ്സാക്കാൻ വേണ്ടി ഗവൺമെന്റ് കഴിഞ്ഞ് പാസ്സായിട്ടില്ലെങ്കിലും ആ ബില്ല് നേരത്തെയുള്ള ഇത്തരം ജനവിരുദ്ധ ബില്ലുകളൊക്കെ തന്നെ നിയമങ്ങളൊക്കെ തന്നെ നേരത്തെ മാറ്റിവെച്ച ഇടതുപക്ഷത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി മാറ്റിവെച്ച ഈ ബില്ലുകളൊക്കെ തന്നെ ഇന്ന് 2ാം UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇന്ന് ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള BJPയുടെ സഹായത്തോടു കൂടി ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 15-ാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് റേഷൻ കടകളടച്ച് സമരം നടത്തുവാൻ തീരുമാനിച്ചു. സമരസമിതി പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. അപ്പോൾ അതുകൊണ്ട് കാലാവധി കഴിഞ്ഞ റേഷൻ കാർഡുകൾ പുതുക്കി നൽകണം. അതുപോലെ തന്നെ എൻഡോസൾഫാന് റേഷൻ വിതരണം ചെയ്ത വകയിൽ ഞങ്ങൾക്ക് കുടിശ്ശിക ലഭിക്കാനുണ്ട്. ഇത് ഏതാണ്ട് 1 വർഷത്തെ കുടിശ്ശിക ബാക്കി കിടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അത് ഇതുവരെയായി ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ കമ്മീഷൻ ഇനത്തിലും ഞങ്ങൾക്ക് കുടിശ്ശിക കിടക്കുന്നുണ്ട്. അതൊന്നും ഇതുവരെ ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. പിന്നെ പൊതുവിതരണ സമ്പ്രദായം, അതായത് പൊതുവിതരണ സമ്പ്രദായം ഇത്തരം പ്രവൃത്തികളിലൂടെ പൊതുവിതരണ സമ്പ്രദായം ഇപ്പോൾ കുറഞ്ഞുകൊണ്ട് വരികയാണ്. അതായത് മണ്ണെണ്ണ 1/2 ലിറ്ററാക്കി. APL ഗോതമ്പിനുള്ള വിതരണം ഗോതമ്പ് വിതരണം ചെയ്യാനുള്ള അത് നിർത്തിവെച്ചു. APL ഗോതമ്പ് ഇപ്പോൾ ഗോതമ്പ് വിതരണം നടത്തുന്നില്ല. അപ്പോൾ ഇതെല്ലാം പൊതുവിതരണ സമ്പ്രദായത്തെ ദുർബലപ്പെടുത്താനാണ് സർക്കാർ ശ്രമിച്ചു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പൊതുവിതരണ സമ്പ്രദായത്തെ ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം. അപ്പോൾ ഇത്തരം തീയതി മുതൽ ഞങ്ങൾ സമരത്തിലാണ്. ഈ സമരം ഇൻഡന്റ് ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആദ്യപടി എന്ന നിലയിൽ സമരം ആരംഭിച്ചത്. 1-ാം തീയതി മുതൽ ഞങ്ങൾ കഴിഞ്ഞ മാസത്തെ കണക്കും ഈ മാസത്തെ കണക്കും ഞങ്ങൾ കൊടുത്തില്ല ഇതുവരെയായി. അപ്പോൾ 1-ാം തീയതി മുതൽ ഞങ്ങൾ ആ ഒരു ഇൻഡന്റ് ബഹിഷ്കരണം എന്ന സമരവും അതോടനുബന്ധിച്ച് 6-ാം തീയതി ജില്ലാ സപ്ലൈ ഓഫീസിന് മുമ്പിൽ ധർണയും 10-ാം തീയതി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുമ്പിൽ ധർണയും ഞങ്ങൾ നടത്തി കഴിഞ്ഞു. അപ്പോൾ ഇനിയും തീരുമാനമൊന്നുമായില്ല. 11-ാം തീയതി ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചുവെങ്കിലും ആ ചർച്ചയിൽ തീരുമാനമാകാതെ ആ ചർച്ച പിരിയുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൽ തന്നെ ഇനി എന്താണ് എന്നുള്ള ഒരു പ്രശ്നം ഞങ്ങൾ മുന്നിൽ കിടക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ അനിശ്ചിതകാലത്തേക്കുള്ള കട അടച്ചിടുന്ന ഒരു പരിപാടിയല്ലാണ്ട് മറ്റൊന്നും ഞങ്ങൾ മുന്നിൽ കാണുന്നില്ല. സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരമാണ് ഈ സമരങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരം കടയടച്ചിടാനുള്ള 15-ാം തീയതി അനിശ്ചിതകാലത്ത് കടയടച്ചിടാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി ചെയർമാൻ A. നടരാജൻ, കൺവീനർ KC രവി, വൈസ് ചെയർമാൻ അശോകൻ, ജോയിന്റ് കൺവീനർ സുരേഷ് മേലാങ്കോട്ട്, ട്രഷറർ രാജേന്ദ്രൻ K എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.